എനിക്ക് പണമുണ്ട്, ഞാൻ എനിക്ക് തോന്നുന്നത് പോലൊക്കെ പറയും. അത് കേട്ട് ആസ്വദിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. ഞാൻ അവരെ ആ ആസ്വാദനത്തിനുള്ള വിഭവങ്ങൾ നൽകി തൃപ്തനാക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നാൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുണ്ട്, ഞാൻ പൈസ മുടക്കും, എന്നെ പുല്ലുപോലെ ഇറക്കിക്കൊണ്ടുവരുമെന്ന അഹന്ത പൊളിഞ്ഞു വീണതല്ലേ നമ്മൾ ഇന്ന് എറണാകുളത്ത് കണ്ടത്. അതൊരു ഹാർഷ് റിയാലിറ്റിയാണ് അഭിലാഷ്, നമ്മുടെ സൊസൈറ്റിയുടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അല്ലെങ്കിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീ വിരുദ്ധത ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒന്നാണെന്നുള്ളത്. വളരെ ശരിയാണ്. പക്ഷെ അതിനും രണ്ട് വേർഷനുണ്ട്. അതായത് കസബ സിനിമയിലെ കാര്യം പറഞ്ഞുകൊണ്ട് പാർവതി തിരുവോത്ത് സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചാൽ അത് സ്ത്രീ വിരുദ്ധതയാണ്. പക്ഷെ മോൺസ്റ്റർ സിനിമയിലെ കാര്യം പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ സ്ത്രീ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചാൽ അത് സ്ത്രീ വിരുദ്ധതയല്ല. അപ്പൊ അവിടെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ അഭിലാഷ് ഇടപെടും. പക്ഷെ മറ്റൊന്ന് സ്ത്രീ വിരുദ്ധതയാണ്. മോൺസ്റ്റർ സിനിമയിലെ പരാമർശം നല്ലതാണെന്നോ മികച്ചതാണെന്നോ അഭിപ്രായപ്പെട്ടതല്ല. അതും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. ഒരു സിനിമയിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ വേണ്ടി ഒരു താരതമ്യമായി ഉപയോഗിക്കരുത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മോൺസ്റ്റർ സിനിമയിലെ സാഹിത്യം മഹത്താണ് എന്ന അഭിപ്രായം എനിക്കില്ല. അഭിലാഷ് പറഞ്ഞോളൂ, പക്ഷെ ഇങ്ങനെ ഇടപെടല്ലേ. ഈ മോൺസ്റ്റർ സിനിമയിലെ അതേ ലോജിക്ക് എന്തുകൊണ്ടാണ് കസബ സിനിമയിൽ ഉപയോഗിക്കാത്തത്? അപ്പൊ അതും സ്ത്രീ വിരുദ്ധതയാണെന്ന് അക്സെപ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ മോൺസ്റ്റർ സിനിമയിലും അങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്യൂ. രണ്ടും ഒരേ ത്രാസിൽ നിങ്ങൾക്ക് അളക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മോൺസ്റ്റർ സിനിമയുടെ ഓരോ സിനിമ എടുത്ത് ഇതിന്റെ ഏറ്റവും കൂടിയ സ്ത്രീ വിരുദ്ധത ഏതിലാണെന്ന് അളന്നുകൊണ്ടിരിക്കുകയാണോ? അതാണോ നമ്മുടെ പണി? മോൺസ്റ്റർ സിനിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധതയല്ല. എന്താണ് ആദ്യത്തെ സിനിമ കസബ സിനിമയെ കുറിച്ച് പാർവതി തെരുവോത്ത് ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിന് അനുകൂലമായ റിയാക്ഷൻ സമൂഹത്തിൽ നിന്നുണ്ടായി, അവർക്ക് ആക്രമണം നേരിട്ടു. രണ്ടാമത്തെ സിനിമയെ കുറിച്ച് പാർവതി തെരുവോത്തോ അതുപോലെ ആരോ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്ന് കരുതി മോൺസ്റ്റർ സിനിമയിലെ സ്ത്രീ വിരുദ്ധ ഡയലോഗുകൾ നല്ലതാണെന്നോ മികച്ചതാണെന്നോ കസബ സിനിമയേക്കാൾ ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെട്ടതാണെന്നോ അഭിപ്രായം ഇല്ല. എല്ലാം ഒന്ന് തന്നെ. അപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞത് കോൺടെക്സ്റ്റിൽ കറക്റ്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ അതിനെങ്ങനെ ഇടപെട്ട് താങ്കൾ ന്യായീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ന്യായീകരിച്ചതല്ല. മോൺസ്റ്റർ സിനിമയോ കസബ സിനിമയോ അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഒരു അഭിനേത്രി, ഒരു മോഡൽ ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ നിയമ നടപടി എടുക്കുന്നു എന്നുള്ളതിനെ സിനിമയിലെ ഡയലോഗുമായോ സിനിമയിലെ സന്ദർഭമായോ താരതമ്യം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഒന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കൂ അഭിലാഷ്, പ്ലീസ്. ഐ റിക്വസ്റ്റ്. നോക്കൂ, സിനിമയ്ക്ക് നമ്മുടെ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇല്ല എന്നൊക്കെ അഭിലാഷ് പറഞ്ഞ ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കാൻ. ഞാൻ ഒരു കാര്യം ഇനി ഞാൻ ടോപ്പിക്കിലേക്ക് വരാം. ഇവിടെ ഡബിൾ മീനിങ് ഉള്ള കോണ്ടന്റിന് ഒരുപാട് ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ. അതിനോട് ഒരു വിയോജിപ്പുമില്ല. കാരണം ഇന്നുവെന്റോ അല്ലെങ്കിൽ സജസ്റ്റീവ് ഹ്യൂമർ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഔട്ട്റീച്ച് നേടാൻ ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ പോയി അത് ലൈക്ക് ചെയ്ത് പോകുന്നുണ്ട്. കാരണം സജസ്റ്റീവ് ഹ്യൂമർ പലർക്കും ഇഷ്ടമാണ്. അത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായി മാറുന്നു. അതിനൊരു കൾച്ചറൽ ആക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങി കഴിഞ്ഞു. അത് കാരണം നിങ്ങൾക്ക് ഇവരുടെ ഔട്ട്റീച്ച് കണ്ടാൽ മാത്രം അറിയാം. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നവരുടെ ഔട്ട്റീച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രം അറിയാം. അപ്പൊ ഇത് ബോബി ചെമ്മണ്ണൂർ കൾച്ചറൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നതാണ്, ജനക്കൂട്ടത്തിന് രസിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ആവാം എന്ന് പറയുന്നത് നിയമത്തിന് മുമ്പിൽ ശരിയാവില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിയമം ആക്ഷൻ എടുത്തത്. അതിനാണല്ലോ ഭാരത് ന്യായ സംഹിതയിൽ വകുപ്പുകളുള്ളത്. അപ്പൊ ആളുകൾക്ക് രസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് വകുപ്പും പറയുമെന്നാണെങ്കിൽ അതൊന്നും നിയമത്തിൽ നിൽക്കുന്നതല്ല. എനിക്ക് ഇടവേളയിലേക്ക് പോകാൻ സമയമായി. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. താങ്കൾ ഇടപെട്ടുകൊണ്ടിരുന്ന ഞാൻ അങ്ങനെ പറയും. എന്റെ പോയിന്റ് ഞാൻ ഇത് കൾച്ചറൽ ആക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങി എന്നാണ് പറഞ്ഞത്. ലീഗൽ ആക്സെപ്റ്റൻസ് കിട്ടിയെന്നല്ല. ഞാൻ ഇവിടെ ഒരു ഉദാഹരണമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു പണ്ട്, ഒരു 2023 ഞാൻ ഒരു ബിഗ് ബാങ് തിയറി എന്നൊരു സിറ്റ്കോം, അതിലൊരു പ്രസക്ത ഭാഗം, അതിലൊരു ബോളിവുഡ് നടിയെ പരാമർശിച്ചുകൊണ്ട് അവരെ വളരെ മോശമായിട്ട് ആ ഒരു നടിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു ക്യാരക്ടർ അവരെ അപമാനിക്കുന്ന ഒരു സീൻ ഉണ്ട് അതിൽ. ഞാൻ അന്ന് ഒരു ലീഗൽ നോട്ടീസ് അയച്ചിരുന്നു നെറ്റ്ഫ്ലിക്സിന്, അതായത് ഈ എപ്പിസോഡ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് എന്നെ ഈ ഒരു ലെഫ്റ്റ് ലിബറൽ എക്കോസിസ്റ്റത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ട്വിറ്ററിൽ പോലും എനിക്ക് ഇന്ന് പോലും എടുത്തു നോക്കിയാൽ കാണാം 100,000-ഓളം അതിൽ എന്നെ തെറി വിളിച്ചുകൊണ്ടുള്ള കമന്റ് ഉണ്ട്. കാരണം അതെന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയി കാണുന്നില്ല? അതൊരു ക്യാരക്ടർ പറഞ്ഞ കാര്യം എനിക്കറിയില്ല. നോക്കാം.